46 വർഷത്തോളമായി ഊഹാപോഹങ്ങൾ മാത്രം, എങ്ങുമെത്താത്ത അന്വേഷണങ്ങൾ, നിഗമനങ്ങൾ. കേരള ചരിത്രത്തിലെ ദുരൂഹതകളിലൊന്നായി ഇന്നും അവശേഷിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തമായിരുന്ന MV കൈരളി എന്ന കപ്പലിന്റെ തിരോധാനം. 1979 ജൂൺ 30 ഗോവയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിനെ കുറിച്ച് ജൂലൈ 4 മുതൽ വിവരങ്ങളൊന്നുമില്ല. 20,538 ടൺ ഇരുമ്പയിരുമായാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള MV കൈരളി കാണാതായത്. 51 പേർ അതിലുണ്ടായിരുന്നു. അതിൽ 23 പേർ മലയാളികളും. കോട്ടയം ഉപ്പൂട്ടിക്കവല സർപ്പക്കളത്തിൽ മരിയദാസ് ജോസഫ് ആയിരുന്നു ക്യാപ്റ്റൻ. ആഫ്രിക്കയിലെ ജിബൂത്തി തുറമുഖം വഴി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിക്കായിരുന്നു ലക്ഷ്യം. പിന്നീട് ഷിപ്പിംഗ് കോർപ്പറേഷൻ കപ്പലിലേക്ക് അയച്ച സന്ദേശങ്ങൾക്കൊന്നും മറുപടി കിട്ടിയില്ല. ഇന്ധനം നിറയ്ക്കാൻ കൈരളി ജൂലൈ 8 ജിബൂത്തിയിൽ എത്തണമായിരുന്നു. എന്നാൽ 11 അറിയുന്നത് കപ്പൽ എത്തിയില്ലെന്ന്. ജൂലൈ 16 നാവികസേനയെ വിവരം അറിയിച്ചു. നാവികസേന വിമാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വിവരം കിട്ടിയില്ല. കൊച്ചി മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിലെ സർവേയർ ഇൻചാർജ് KR ലക്ഷ്മണ അയ്യരും പ്രൊഫസർ ബാബു ജോസഫും കപ്പലിനെ കുറിച്ച് അന്വേഷിച്ചു. കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ചരക്കുകൾ സ്ഥാനം തെറ്റി കപ്പൽ തകർന്നു മുങ്ങിയിരിക്കാമെന്നും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തിരിക്കാം എന്നെല്ലാമുള്ള നിഗമനങ്ങളിലാണ് അന്വേഷണ സമിതി എത്തിയത്. ഒരു തെളിവും അവശേഷിക്കാതെ ദുരൂഹതയുടെ ആഴങ്ങളിലാണ് ഇന്നും MV കൈരളി.